നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എന്ത് ചെയ്താലും വെയിറ്റ് കുറയുന്നില്ല, വെയിറ്റ് സ്റ്റക്കായിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ഒരുപാട് വെയിറ്റുള്ള അങ്ങനെയുള്ളവർക്ക് ഈസി ആയിട്ട് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നൈറ്റിലെ ഭക്ഷണം മാത്രം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രിങ്കിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെയുള്ളവർക്ക് ഡൈജഷൻ പ്രോപ്പർ അല്ലാത്തതിൻ്റെ പേരിൽ ആസിഡിറ്റി, ആസിഡ് റിഫ്ലോക്സ് അല്ലെങ്കിൽ ഇൻറ്റസ്റ്റൈൻ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കൈൻഡ് ഓഫ് അൾസേഴ്സ് അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിന് ഈ ഒരു ഡ്രിങ്ക് എങ്ങനെ ബെനിഫിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. ഒരു ഡ്രിങ്ക് നൈറ്റ് ഡിന്നറായിട്ട് 7 PM എടുക്കുകയാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് ഈ ഒരു ഡ്രിങ്ക് മാത്രം നൈറ്റ് ഡിന്നറായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് 500 grams വെയിറ്റ് റിഡക്ഷൻ ഉണ്ടാവും. ഇത് വെറുതെ പറയുന്നതല്ല. നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരു ദിവസം ഇത് എടുത്തു നോക്കുക, ഒറ്റ ദിവസം മാത്രം എടുത്തു നോക്കുക, എന്നിട്ട് നിങ്ങളുടെ വെയിറ്റ് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് 500 grams വെയിറ്റ് റിഡക്ഷൻ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് പിറ്റത്തെ ദിവസം കണ്ടിന്യൂ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുമില്ല, നിങ്ങൾക്ക് ആകെ വെയിറ്റ് സ്റ്റക്കായിട്ടുള്ളത് മാത്രമേ ഉള്ളൂ, അതെന്ത് കാരണം കൊണ്ടാണെന്ന് അറിയില്ല, അങ്ങനെ ഒരു കണ്ടീഷനിലാണ് നിങ്ങളെങ്കിൽ ദിവസേന നിങ്ങൾ ഈ ഒരു നൈറ്റ് ഡ്രിങ്ക് എടുത്ത് നോക്കുക. നിങ്ങളുടെ വെയിറ്റ് കൺട്രോളായിട്ട് നിങ്ങളുടെ ഐഡിയൽ വെയിറ്റിലോട്ട് എത്തുന്നത് വരെ കുറച്ച് ദിവസം ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കത് വേഗം സാധ്യമാവും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാരണം വെയിറ്റ് സ്റ്റക്കായി എന്ന് പറയുന്ന പലരുടെയും ഒരു റീസണാണ് അവർക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്, അവർക്ക് അസിഡിറ്റി ഉണ്ട്, ആസിഡ് റിഫ്ലോക്സ് ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് മോഷൻ കറക്റ്റായിട്ട് പോകുന്നില്ല തുടങ്ങിയ ഇഷ്യൂസ് കാരണങ്ങൾ കൊണ്ട് വെയിറ്റ് റിഡക്ഷൻ സംഭവിക്കാത്ത ഒത്തിരി പേരുണ്ട്. എന്ന് വെച്ചാൽ ഇൻറ്റസ്റ്റൈനിൽ നിങ്ങളുടെ ഡൈജഷൻ പ്രോസസ്സ് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. വെള്ളം കറക്റ്റായിട്ട് കുടിക്കുകയും ഉറക്കം പ്രോപ്പറായിട്ട് നിങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആസിഡ് റിഫ്ലോക്സ്, അസിഡിറ്റിയാണ് ഫീൽ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ കൺട്രോൾഡ് ആയിട്ടാണ് ഭക്ഷണം എടുക്കുന്നത്, എന്നിട്ടും നിങ്ങൾക്ക് വെയിറ്റ് കുറയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഡിന്നർ ട്രൈ ചെയ്ത് നോക്കുക. 100% റിസൾട്ട് ആയിരിക്കും, ഇത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. സോ നമ്മുടെ ഇൻറ്റസ്റ്റൈൻ ക്ലിയർ ആവും, അല്ലെങ്കിൽ അതിലത്തെ ടോക്സിൻസിനെ റിമൂവ് ചെയ്യുന്നതിന് സഹായിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെ കോളൻ ക്ലെൻസിങ് എന്നാണ് ഈ ഒരു ഡ്രിങ്കിനെ പറയുന്നത്. നമ്മുടെ ഇൻറ്റസ്റ്റൈനെ ക്ലെൻസ് ചെയ്യുന്നതിന് സഹായിക്കുന്ന ഡ്രിങ്ക് ആയിട്ടാണ് ഇത് കൺസിഡർ ചെയ്യപ്പെടുന്നത്. ഇത് ഞാൻ കണ്ടുപിടിച്ചതെന്നല്ല കേട്ടോ, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നതിന് ഈ ഒരു സ്മൂത്തി, ഇത് വിത്ത് ഫൈബർ അതിൻ്റെ കണ്ടൻറ്റോട് കൂടിയിട്ടാണ് കഴിക്കേണ്ടത്. അത് സ്മൂത്തി ആയിട്ടാണ് കഴിക്കേണ്ടത്, അടിച്ചു കുടിക്കുകയാണ് ചെയ്യുന്നത്. നോട്ട് ലൈക്ക് അതിൻ്റെ ജ്യൂസ് മാത്രം റിമൂവ് ചെയ്തിട്ട് ആ ജ്യൂസ് മാത്രം കുടിക്കുകയല്ല, ഇത് സ്മൂത്തിയാണ്, ജ്യൂസ് അല്ല. ഓക്കെ, അപ്പോൾ ഈ സ്മൂത്തി കുടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് വേണ്ടത് പൈനാപ്പിൾ വേണം, കുക്കുംബർ വേണം, ഒരു 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചി കഷ്ണം വേണം. ഇത്രേ വേണ്ടൂ. ഇനി നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടിയും നന്നാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലൊരു ലെമൺ സ്ക്വീസ് ചെയ്ത് ചേർക്കുന്നത് കൊണ്ടും കുഴപ്പമില്ല. പക്ഷേ ആസിഡിറ്റി, ആസിഡ് റിഫ്ലോക്സ് ഒക്കെ ഉള്ളവരാണ്, ബേർപ്പിംഗ് ഉള്ളവരാണെങ്കിൽ ഇൻറ്റസ്റ്റൈനിലോട്ട് തീർച്ചയായിട്ടും ലെമൺ കൊടുക്കണം എന്ന് ഞാൻ പറയില്ല, ലെമൺ ഡ്രിങ്ക് എടുക്കണം എന്ന് പറയില്ല. ഈ 3 കൂടി അടിച്ചു കുടിച്ചാലും അടിപൊളിയാണ്. അത് നിങ്ങൾക്ക് വിചാരിച്ച റിസൾട്ട് കിട്ടുന്നതിന് സഹായിക്കും. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിന ഇല ചേർക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, മല്ലി ഇല ചേർക്കുന്നത് കൊണ്ടും കുഴപ്പമില്ല. രണ്ടും ചേർക്കുവാണെങ്കിലും വളരെ നല്ലതാണ്. ഇതിൽ ഞാൻ എടുത്തിരിക്കുന്നത് 50 ഗ്രാം പൈനാപ്പിളും 50 ഗ്രാം കുക്കുംബറുമാണ്. പിന്നെ 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചി കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചധികം കൂട്ടി ഇനി പൈനാപ്പിൾ എടുത്താലോ കുറച്ചധികം കൂട്ടി കുക്കുംബർ എടുത്താലോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ വെള്ളം ചേർക്കാതെയാണ് ഇത് മിക്സിയിൽ അടിച്ചെടുക്കേണ്ടത്. ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ള പൈനാപ്പിളിൽ ഒത്തിരി അധികം നല്ല എൻസൈംസുകൾ അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല വൈറ്റമിൻ സി സമ്പുഷ്ടവും മഗ്നീഷ്യം അടങ്ങിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഡൈജഷൻ പ്രോസസ്സ് വളരെ സ്മൂത്ത് ആൻഡ് ഈസി ആക്കുന്നതിന് സഹായിക്കും. നമ്മളെപ്പോഴും കേട്ടിട്ടില്ലേ, നല്ലൊരു വലിയ ബിരിയാണി, ധാരാളം ബിരിയാണി കഴിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ മീതെ കുറച്ച് പൈനാപ്പിൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഡൈജഷൻ ഈസി ആക്കുമെന്ന്. ആ ഒരു തിയറി തന്നെ ഡൈജഷൻ സ്മൂത്തൻ ആക്കുന്നതിന് പൈനാപ്പിളിന് വലിയൊരു കഴിവുണ്ട്. മാത്രമല്ല പൈനാപ്പിൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്. നമുക്ക് ഇൻറ്റസ്റ്റൈൻ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ പൈനാപ്പിൾ കഴിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറയും. ഇൻറ്റസ്റ്റൈൻ ക്യാൻസർ റിസ്ക് തടയുന്നതിനും പൈനാപ്പിളിന് നല്ലൊരു കഴിവുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു സർജറി വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് റിക്കവർ ആവുന്നതിനും കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഫ്രൂട്ട് പൈനാപ്പിൾ ആണെന്നാണ് പറയപ്പെടുന്നത്. ഒത്തിരി സോളിബിൾ ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ്, അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ ആണ് കുക്കുംബർ എന്ന് പറയുന്നത്. അത് നമ്മുടെ സ്റ്റൂള് ഭയങ്കര സോഫ്റ്റ് ആക്കി തരുന്നതിന് സഹായിക്കുന്നു. ബോവൽ മൂവ്മെൻറ്റ് ഈസി ആക്കുന്നതിന് അതിന് പ്രത്യേക കഴിവുണ്ട്. ബോവൽ മൂവ്മെൻറ്റ് ഈസി അല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് കോൺസ്റ്റിപ്പേഷൻ വരുന്നതും കഴിക്കുന്ന ഭക്ഷണം ഒന്നും നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തോട്ട് പോവാത്ത അവസ്ഥ വരുമ്പോഴാണ് നമുക്ക് ഏമ്പക്കം വരുന്നതും അസിഡിറ്റി വരുന്നതും ആസിഡ് റിഫ്ലോക്സ് പോലുള്ള ഇഷ്യൂസൊക്കെ വരുന്നതും ഒരുപാട് ഇൻറ്റസ്റ്റൈൻ ക്ലീൻ ആവാത്തത് കൊണ്ട് വരുന്ന സ്കിൻ പ്രോബ്ലംസ് വരണ്ട്. സോ ദിവസേന നിങ്ങൾ കുക്കുംബർ അടിച്ചു കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇഷ്യൂവിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കും.
കുക്കുംബറിൻ്റെ വേറൊരു ഹെൽത്ത് ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്കിൻ കളർ ഇമ്പ്രൂവ് ചെയ്യുന്നത്, നമ്മുടെ കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് കുക്കുംബർ നല്ല പോലെ സഹായിക്കുന്നു. നിങ്ങളൊരു നാച്ചുറൽ റെമഡിയാണ് നിങ്ങളുടെ സ്കിൻ കളർ, നിങ്ങളുടെ സ്കിൻ ടോൺ ഒന്ന് ഇമ്പ്രൂവ് ആക്കുന്നതിന് ശ്രമിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ദിവസേന കുക്കുംബർ അടിച്ചു കുടിച്ചാൽ മതി. ഇത് സത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. 100% ബെനിഫിറ്റ് കിട്ടുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ദിവസേന കുക്കുംബർ അടിച്ചു കുടിക്കുകയാണെങ്കിൽ, ഇനി അതിൽ പുതിന മല്ലിയിലൊക്കെ ചേർത്തിട്ട് അടിച്ചു കുടിക്കുകയാണെങ്കിൽ ഇൻറ്റസ്റ്റൈനും ക്ലെൻസ് ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിൻ ടോൺ ഒരു സ്റ്റെപ്പ് ഇമ്പ്രൂവ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ നന്നായിട്ട് ബോഡിയെ മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുന്നതിനും സ്കിൻ നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുന്നതിനും നല്ല കഴിവുണ്ട് കുക്കുംബറിന്. നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്ന ഒരു ആപ്പിൾ കുക്കുംബർ സ്മൂത്തി നമ്മുടെ ചാനലിൽ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി വരാൻ പോകുന്നതും ഒരു സ്മൂത്തി റെസിപ്പി കുക്കുംബർ ആഡ് ചെയ്തുകൊണ്ട് തന്നെയാണ്. സോ അത് മോർണിംഗ് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സ്മൂത്തി റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മളിത് കഴിക്കുമ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് വളരെയധികം കൂടുതലാണ്. സോ അങ്ങനത്തെ ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഈ ഒരു ഡ്രിങ്കിനെ നൈറ്റ് ഡിന്നറായിട്ട് എടുക്കുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് വെയിറ്റ് റിഡക്ഷൻ തരുന്നതിന് നല്ലപോലെ സഹായിക്കും. ഇതിനെ 100% ട്രസ്റ്റ് ചെയ്യാം. ഒരു ദിവസം നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം അതിൻ്റെ റിസൾട്ട് ഇതിൻ്റെ താഴെ തന്നെ മെൻഷൻ ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വെയിറ്റ് റിഡക്ഷൻ കണ്ടൻറ്റുകൾ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് വേണം, എന്തൊക്കെ വർക്കൗട്ടുകൾ ഇൻക്ലൂഡഡ് ആക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ കമൻ്റ് ഇടാവുന്നതാണ്. നിങ്ങൾക്ക് എന്തൊക്കെ ഹെൽത്ത് ബെനിഫിറ്റ് കിട്ടി നമ്മുടെ ചാനൽ കൊണ്ട് എന്നുള്ളതും കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. ഇത് ഫോളോ ചെയ്യുന്ന, ഇത് വ്യൂ ചെയ്യുന്ന മറ്റുള്ളവർക്ക് കൂടി അതൊരു ബെനിഫിറ്റ് ആവട്ടെ. ഇനി ഇതൊക്കെ എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിലെ ക്ലയൻസിൽ എടുക്കുന്ന ഡയറ്റ് റെസിപ്പികളുടെ ഭാഗമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ഞാൻ നേരിട്ട് പറഞ്ഞു തന്നുകൊണ്ട് വെയിറ്റ് കുറയ്ക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ, വളരെ ഹെൽത്തി ആയിട്ടുള്ള 3 മീൽ ഡയറ്റ് പ്ലാൻ എടുത്തുകൊണ്ട് നിങ്ങളുടെ ഫിസിക്കൽ കണ്ടീഷൻ നോക്കി നിങ്ങളെ നന്നായിട്ട് കെയർ ചെയ്തുകൊണ്ട് വെയിറ്റ് കുറയ്ക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റഗ്രാമിൽ റാഡ് ദ വ്ളോഗർ എന്നാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ്, അതിൽ മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും കേട്ടോ. ലവ് യു.